ചെങ്കടലിൽ കപ്പൽ ആക്രമിക്കപ്പെട്ടു. 6 പേർ കൊല്ലപ്പെട്ട വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തു. ചരക്ക് കപ്പലിന് നേരെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായത്. മിസൈൽ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ച് വരികയാണ് എന്ന് അമേരിക്ക പറഞ്ഞു. ഹൂത്തികളുടെ ആക്രമണത്താലാണ് ഈ അപകടം ഉണ്ടായത് എന്ന് ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. കപ്പൽ തിഹ്മ ഈജിപ്ഷ്യൻ ഉടമസ്ഥതയിലുള്ള കപ്പലാണ് എന്ന് പറയുന്നു. തിഹ്മ എന്നാണ് കപ്പലിൻ്റെ പേര്. ഈജിപ്ഷ്യൻ പതാക പതിച്ചിരിക്കുന്ന അവിടുത്തെ ഉടമസ്ഥതയിലുള്ള കപ്പലാണ് എന്നാണ് സ്ഥിരീകരണം. 4 കപ്പൽ ജീവനക്കാരും മറ്റ് 2 പേരും ആണ് കൊല്ലപ്പെട്ടത് എന്ന സ്ഥിരീകരണം പുറത്തു വന്നു. എൻറ്റർണിറ്റി സി എന്ന കപ്പൽ കഴിഞ്ഞ മാസം ആക്രമിക്കപ്പെട്ടതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇത്ര പേർ കൊല്ലപ്പെടുന്ന ഒരു ആക്രമണ പരമ്പര തന്നെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതോടനുബന്ധിച്ച് തന്നെ ഓർമുസിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക കപ്പൽ ആക്രമിച്ചു എന്ന റിപ്പോർട്ടും പുറത്തു വരികയാണ്. അപ്പോൾ 2 മേഖലയിലും 2 വിഭാഗം ആളുകളാണ് ആക്രമിക്കപ്പെട്ടത്. ഈ ആക്രമണത്തോടനുബന്ധിച്ച് തന്നെ അമേരിക്ക ഇറാനെതിരെ രൂക്ഷമായിരിക്കുന്ന പ്രസ്താവന പുറത്തുവിട്ടിരിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം പാകിസ്ഥാനിൽ വെച്ച് സമാധാന കരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഇപ്പോൾ പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ഇറാനിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ എത്തിയതോടനുബന്ധിച്ച് ചില മീഡിയകൾക്ക് നൽകിയിരിക്കുന്ന അഭിമുഖമായിട്ട് ഡൊണാൾഡ് ട്രംപ് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഹോർമുസിൽ അമേരിക്കൻ കപ്പൽ ആക്രമിക്കപ്പെട്ടു എന്ന കാര്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയാതെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇറാൻ വഞ്ചകരായ വിലപേശലുകാരാണ്, അവരെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ഒന്നും പറ്റില്ല. ഇറാൻ്റെ ആസ്തി അമേരിക്കയുടെ കയ്യിലാണ്, ഞങ്ങളാണത് നിയന്ത്രിക്കുന്നത്. പിന്നീട് ആയുധങ്ങളുടെ കുറവ് അമേരിക്കയ്ക്കില്ല, അതൊരു പക്ഷേ ഇറാനായിരിക്കും ഉണ്ടാവുക. പാകിസ്ഥാൻ്റെ ആഭ്യന്തരമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചോദ്യത്തിന് ആഭ്യന്തരമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുന്നതിൽ സന്തോഷം മാത്രമാണുള്ളത്. അപ്പോൾ ഇതിനിടയിൽ മുൻ പ്രസിഡന്റായിരിക്കുന്ന ജോ ബൈഡനെ രൂക്ഷമായ രീതിയിൽ വിമർശിച്ചുകൊണ്ടൊരു പ്രസ്താവന ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറത്തുവിട്ടിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് അമേരിക്കയുടെ കൈവശത്തിൽ ആയുധത്തിൻ്റെ വലിയ രീതിയിലുള്ള കുറവുണ്ട്, ആ ഒരു വിടവ് നികത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു വിശ്രമം എന്ന പോലെ അല്ലെങ്കിൽ ഒരു ഇടവേള പോലെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർത്തിവെച്ചത്. എന്നാൽ മറ്റൊരു റിപ്പോർട്ടിൻ്റെ അകത്ത് ജോ ബൈഡനുമായിട്ട് ബന്ധപ്പെട്ട അഭിമുഖത്തിൽ പറയുന്ന കാര്യം അമേരിക്കയിൽ വലിയ രീതിയിലുള്ള ആയുധ ചോർച്ച ഉണ്ടായിരിക്കുന്നു, മാത്രവുമല്ല വലിയ പ്രശ്നങ്ങൾ യുദ്ധമുഖത്ത് അമേരിക്കയുടെ സൈന്യം അനുഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇതൊരു ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റിന് സാധിക്കുകയില്ല എന്നുള്ളതും ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൻ്റെ ആവർത്തനം ബൈഡൻ പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ട്രംപുമായി ഒരു തരത്തിലും ഞങ്ങൾ ചർച്ചയില്ല. ട്രംപിനെ ഒരു ചർച്ചാ സംബന്ധമായ കാര്യത്തിന് കൂട്ടാൻ വേണ്ടി പറ്റിയില്ല. കാര്യം വെച്ചാൽ ഒന്നുകിൽ കരാർ വ്യവസ്ഥ പാലിക്കണം, അതല്ലെങ്കിൽ പറയുന്ന കാര്യത്തിനൊരു സ്ഥിരത വേണം. അത് രണ്ടുമില്ല. 2029 പുതിയ പ്രസിഡന്റ് അമേരിക്കയിൽ അധികാരത്തിലേറുന്ന സമയത്ത് തങ്ങൾ അവരുമായിട്ട് സംസാരിക്കും എന്ന് ഇറാൻ പറയുന്നു എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു ഭരണമാറ്റത്തെക്കുറിച്ചുള്ള സൂചന ഇറാൻ നൽകുന്നു എന്നുകൂടി രാഷ്ട്രീയ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ചെങ്കടൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ആക്രമണം നിയന്ത്രിക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിക്കുമെന്ന് അമേരിക്ക പറഞ്ഞത് വെറുതെയാണ്. അമേരിക്കയുടെ കപ്പലിനെ തന്നെ സംരക്ഷിക്കാൻ സാധിക്കാത്ത ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ചെങ്കടലിൽ ഇപ്പോൾ സംജാതമായിരിക്കുന്നു. ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് അത് പരിഹരിക്കുമെന്നൊക്കെ പറഞ്ഞ അതേ ട്രംപ് തന്നെയാണ് ഇപ്പോൾ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്നത്. ഇത് പറയുന്നതോടനുബന്ധിച്ച് ഇറാനിൽ വന്നിരിക്കുന്ന ഒരു പ്രസ്ഥാനം മെഹ്റം എന്ന് പറയുന്ന പത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. മുൻപ് ചെങ്കടലുമായി ബന്ധപ്പെട്ട അമേരിക്കയായിരുന്നു വലിയ പ്രതിസന്ധിയിലായിരുന്നത്. ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാത്ത പ്രയാസകരമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് അന്ന് ട്രംപ് കടന്നുപോയത്. പിന്നീട് എന്തുണ്ടായി? അവിടെ ആക്രമിക്കപ്പെട്ട ഹൂത്തി വിമതരുമായിട്ട് ചർച്ച നടത്തിയിട്ട് അത് ഒമാൻ്റെ മധ്യസ്ഥയിൽ ചർച്ച നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ യുദ്ധം എന്തുണ്ടായിരുന്നത്, യുദ്ധം അവസാനിച്ചത്. കരാർ വ്യവസ്ഥ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു യുദ്ധവിരാമം അല്ലാതെ യുദ്ധത്തിൽ ഹൂത്തികളെ പരാജയപ്പെടുത്താൻ വേണ്ടി അമേരിക്കയ്ക്ക് പോലും സാധിച്ചിട്ടില്ല. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുക എന്ന ചോദ്യം പ്രസക്തമാണ്. ചെങ്കടൽ സുരക്ഷിതമല്ല, ഹോർമുസും സുരക്ഷിതമല്ല, ബാബുൽ മന്ദബ് സുരക്ഷിതമല്ല. ഈ 3 കടലിടുക്കും ലോകത്താകമാനമുള്ള പെട്രോളിയത്തിൻ്റെ 30 മുതൽ ഏകദേശം 40% പെട്രോളിയം വഹിച്ചു കൊണ്ടുപോകുന്ന ഏരിയകളാണ്. 100-120 കപ്പലുകൾ നിത്യേന എന്നോണം ഹോർമുസ് കടൽ കടന്നു പോകുന്നിടത്ത് ഇന്ന് 20-ൽ താഴെ, ചില റിപ്പോർട്ടിൽ അകത്ത് കാണുന്നു 10-ൽ താഴെ മാത്രമേ പോകുന്നുള്ളൂ. അത് ഇറാൻ്റെ അനുമതിയോട് കൂടിയാണ് പോകുന്നത്. ഒറ്റപ്പെട്ടതൊക്കെ പാതിരാത്രിയിലെല്ലാം പോകുന്നുണ്ട് എന്നല്ലാതെ ഒരു ധൈര്യപൂർവ്വം ഈ പറയപ്പെട്ട പെട്രോളിയം വഹിച്ചുകൊണ്ട് സ്വതന്ത്രമായ രീതിയിൽ ഈ മേഖല ഇറാൻ്റെ അനുവാദം ഇല്ലാതെ കടന്നു പോകാൻ വേണ്ടി സാധിക്കില്ല.
രണ്ട് രീതിയിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇറാൻ്റെ അനുവാദം ഇല്ലാതെ കടന്നാൽ ഇറാൻ്റെ IRGC വെടിവെക്കും. ഇനി ഹോർമസ് കടലിൻ്റെ അതിർത്തി അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ അമേരിക്ക വെടിവെക്കും. രണ്ടിൻ്റെയും ഇടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹോർമസ് കടലും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുള്ളത്. അപ്പോൾ ഇനി ചെങ്കടലിൽ സ്വതന്ത്രമായിരിക്കുന്ന പാതയായിരുന്നു, അന്താരാഷ്ട്ര പാതയാണ് പ്രധാനമായിട്ടും അവിടെ വരുന്നത്. എല്ലാ പാതയും സുരക്ഷിതമാകണമെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമാണ് ആക്രമിക്കരുത്. അല്ലാതെ UN സഭയോ അതിൻ്റെ സംവിധാനങ്ങളോ വന്നുകൊണ്ട് കടലിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സാധിക്കില്ല. അവർ മീറ്റിംഗ് കൂടിയിട്ട് കുറേ ചർച്ചാ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അത് അവസാനിപ്പിക്കും എന്നല്ലാതെ ഒരു കൃത്യമായിരിക്കുന്ന ഒരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ രാഷ്ട്രങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസകരമായിരിക്കുന്ന ഇടപെടൽ നടത്തണം എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായിരുന്നാലും ഇപ്പോഴത്തെ സ്ഥിതി നോക്കുന്ന സമയത്ത് ചെങ്കടലിലെ ഈ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ആ മേഖല കടന്നുകൊണ്ട് പോകുന്ന എല്ലാ കപ്പലുകളെയും ഇത് സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതും എല്ലാവരും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രയാസത്തിലാണ് എന്നുകൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു.